സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരെ ഇനി മുതൽ സംസ്ഥാനത്ത് കുലഗുരു എന്ന് വിളിക്കാൻ മധ്യപ്രദേശ് മന്ത്രിസഭ തീരുമാനിച്ചു. തിങ്കളാഴ്ച ഭോപ്പാലിലെ സംസ്ഥാന അസംബ്ലിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് മുമ്പാകെ ഇത് സംബന്ധിച്ച നിർദ്ദേശം അവതരിപ്പിക്കുകയും മന്ത്രിമാരുടെ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തു. മധ്യപ്രദേശിലെ സർവകലാശാലകളിൽ ഇനി മുതൽ വൈസ് ചാൻസലർമാർ അല്ല, പകരം കുലഗുരു എന്നവർ അറിയപ്പെടും. പേരുമാറ്റത്തിന് അംഗീകാരം നൽകിയത് മന്ത്രിസഭാ യോഗത്തിലാണ്. ഗുരുപൂർണിമ ഈ മാസം ആഘോഷിക്കുന്നതിനാൽ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് വാർത്താ ഏജൻസിയായ ANI പറഞ്ഞു. മധ്യപ്രദേശിലെ എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാരും ഇനി കുലഗുരു എന്നാണ് അറിയപ്പെടുക. കുലഗുരു പേരുമാറ്റത്തോട് മറ്റ് സംസ്ഥാനങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ വിശദാംശങ്ങൾ സർക്കാരിനോട് തേടിയെന്നും അദ്ദേഹം അതോടൊപ്പം കൂട്ടിച്ചേർത്തു. മറ്റ് സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരുടെ പേരുകളും വരും ദിവസങ്ങളിൽ മാറ്റുമെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞു. വൈസ് ചാൻസലർ എന്നത് കുലഗുരു എന്ന് മാറ്റുന്നതിൽ രാജ്യത്തിന്റെ സംസ്കാരവും ഗുരു പാരമ്പര്യവുമായി ബന്ധപ്പെടുത്തുന്നതാണ്. സംസ്കാരവുമായി ബന്ധപ്പെടുത്തുന്ന ഇത്തരം തീരുമാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി മോഹൻ യാദവ് പ്രതികരിച്ചു. നമ്മുടെ സംസ്കാരവുമായി നമ്മുടെ വേരുകൾ ബന്ധിപ്പിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് കൈകൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേ ക്രമത്തിൽ ഞങ്ങൾ എടുത്ത തീരുമാനത്തിന് ഇപ്പോഴിതാ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ കുലഗുരു എന്ന് അഭിസംബോധന ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാസം ഗുരുപൂർണിമ ആഘോഷിക്കുന്നതിനാൽ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വൈസ് ചാൻസലർമാരെ കുലഗുരു എന്ന് വിളിക്കും എന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് ANI പറഞ്ഞു.